ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെയിനായിട്ട് ഞാൻ പറയേണ്ട നിരഞ്ജൊക്കെ വേറെ ലെവല് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ രജിഷ കിടിലൻ പെർഫോമൻസ് ആണ്. പിന്നെ ഇത് മെയിനായിട്ട് ഇതൊരു ഫ്യൂച്ചർ സിനിമയാണ്. 2046 അറൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തെ എന്ന് പറഞ്ഞാൽ 46 നീ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അതിനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. പിന്നെ അതിൻ്റെതായ ഓരോ ചെറിയ ചെറിയ എലമെൻറ്റ്സ് വരെ ആലോചിച്ച് ലോജിക്കലി ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026 അപ്പോൾ അത്രയും ഇത് ഇവിടെ കൊണ്ടുവന്ന് ലോജിക്കലി അപ്ലൈ ചെയ്യാതും ഒരു ഇൻ്റർനാഷണൽ മൂവിയുടെ ഒരു ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ആ ഒരു വേൾഡിൽ നിന്ന് ഈ വേൾഡിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അതിന് ഞാൻ കൃഷാന്ത് ഏട്ടനെ സമ്മതിച്ചു കൊടുക്കും. ഹീസ് എ ഗുഡ് മേക്കർ. ഒരു വെറൈറ്റി സിനിമ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ്റെ പടങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചേട്ടൻ്റെ എല്ലാ പടത്തിലും ഒരു വെറൈറ്റി ഉണ്ടാവും. സോ ഇനിയും നല്ല നല്ല പടങ്ങൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സോ എല്ലാവരും ഒരു തിയേറ്ററിൽ പോയി കാണാം. മസ്തിഷ്ക മരണം ആ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി സിനിമയാണ്, ഒരു ഫ്യൂച്ചർ സിനിമയാണ്. അല്ല, മലയാളത്തിൽ എപ്പോഴും നല്ല എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഫിലിംസ് വരുന്നതാണല്ലോ. ഇറ്റ്സ് എ വെരി നൈസ് ഫിലിം. കാണേണ്ട സിനിമയാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന സിനിമയാണ്, ചിരിപ്പിക്കുന്ന സിനിമയാണ്. കൃഷാന്ത് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ വളരെ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ സിനിമ ആ ദിവസം കാണാൻ വേണ്ടി വരുന്നത്. ഏതാ അങ്ങനെ പുള്ളി എന്തോ ക്ലാരോവയൻസ് ഒന്നാണ് പുള്ളി ട്രൈ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അന്ന് മാത്രമല്ലല്ലോ, നമുക്ക് ഇന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സോ മെനി അതർ തിങ്സ് അല്ലേ. 2040 കാണാനുള്ള സിനിമയല്ല ഇത് 2026 കാണാനുള്ള സിനിമയാണ്. കാണാനുള്ള പ്രേക്ഷകരോടൊന്നും പറയാനില്ല, പടം വന്ന് കാണുക അല്ലേ. പോകുന്നത് ഇങ്ങനെ ആവാം, ചിലപ്പോൾ ഇതിൽക്കും കൂടുതലാവാം. പക്ഷെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മനുഷ്യൻ്റെ മൈൻഡല്ലേ, എത്ര പെട്ടെന്ന് കട്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പഴയ കാലഘട്ടം എപ്പോഴും ഓർത്തിരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തെ മറവി സംഭവിച്ച ആൾക്കാരുണ്ടാവും. അതൊക്കെ എല്ലാം ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രേഷ വിജയ് ഇപ്പോൾ തമിഴിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ മലയാളത്തിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു സൂപ്പർ മൂവിയാണ്. നല്ല തകർപ്പൻ പെർഫോമൻസ് പറയാം. എന്ന് വെച്ചാൽ നായകനും വില്ലനും ഒക്കെ 36 ഒരു രക്ഷയില്ല. പടം കണ്ടിരിക്കാൻ നല്ല രസമാണ്. നല്ല ഫ്രെയിമും അടിപൊളി കോസ്റ്റ്യൂമൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ നല്ല അടിപൊളി കോസ്റ്റ്യൂം. റിയൽ മൂവി. എല്ലാവരും മസ്റ്റ് വാച്ചിങ്, മിസ് ചെയ്യരുത് ആരും. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ്. ഇത് വെറുതെ പറയുന്നതല്ല, സൂപ്പർ മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കണം കേട്ടോ. മലയാളത്തിൽ നമ്മളങ്ങനെ യൂഷ്വലി കാണുന്ന കൈൻഡ് ഓഫ് ഒരു പടമല്ല. കുറച്ചൊരു സൈഫൈ അങ്ങനത്തെ ഒരു പടമാണ്. ഭയങ്കര ഫണ്ണാണ്. ലൈക്ക് ഭയങ്കര എന്താ പറയുക, യൂഷ്വൽ ഓഡിയൻസിന് പറ്റുന്ന പടം തന്നെയാണ്. പക്ഷേ ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടലി എല്ലാം ടെക്നിക്കലി, ആർട്ട്, മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ആക്ടിങ് ഓൾസോ അടിപൊളി, സൂപ്പർ പടമാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ട പടമാണ് കേട്ടോ. 2040 എത്തിയൊരു ഫീൽ ഉണ്ട്. ഓഫ് കോഴ്സ് ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നു ആർട്ടാണെന്ന് തോന്നുന്നു. ആർട്ട് പ്രോപ്പർട്ടീസും സറൗണ്ടിങ്ങും ലൈക്ക് എവറിത്തിങ്, VFX എവറിത്തിങ് സോ ഗുഡ്. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. യെസ്, കറക്റ്റ്. ഞാനത് പൊട്ടിത്തെറിക്കുമ്പോഴാണ് കയറിയത്. സോ ഗുഡ്. അതിൻ്റെ ഡീകോഡിങ് എല്ലാം ഉണ്ടായിരുന്നു അവസാനം അല്ല. യെസ്, ദാറ്റ്സ് ഗുഡ്, സോ ഗുഡ്. എല്ലാവരും മസ്റ്റ് വാച്ച് കാണേണ്ട പടമാണ്, അടിപൊളി പടം. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ രജിസ്റ്റർ ആവാണ്ട്. ഒരു വട്ടം കണ്ടെങ്കിലും രണ്ടാമത്തെ വട്ടം കാണുമ്പോഴും എല്ലാ കോമഡിയും നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ VFX എല്ലാം അടിപൊളിയാണ്. എൻ്റെ പാർട്ട്ണറാണ് VFXൽ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഭാഗങ്ങളും, ശ്രീജിത്ത് കലേരച്ച്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മലയാള സിനിമയിൽ ഇത്രയും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക VFXൻ്റെ പോർഷൻസൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ കൃഷാന്തേട്ടൻ്റെ ആദ്യത്തെ എന്താ പറയുക കൊമേഴ്ഷ്യൽ ഫിലിംസ് കൂടിയാണ്. അപ്പോൾ ഇതൊരു ഗംഭീര പരീക്ഷണം കൂടിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. കൈയടിച്ചു, ഇൻ്റർവെല്ലിന് തന്നെ കൈയടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. എല്ലാ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും നല്ല ഗംഭീരമായിരുന്നു. എല്ലാ ക്യാരക്ടറുകളും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി ആർട്ടിസ്റ്റുകളാണ് പെർഫോം ചെയ്തത്. ആൻഡ് നിരഞ്ജൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിരഞ്ജ് ആദ്യമായിട്ട് ചെയ്യുന്ന കോമഡി റോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരഞ്ജൻ്റെ കോമഡി ടൈമിങ് ഗംഭീരം, നല്ല കോമഡി ടൈമിംഗ് ആണ് നിരഞ്ജൻ്റെ.
എന്തോ യെസ് 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 അതെ അതെ ആക്സെൻറ്റും അതുപോലെ ചില സാധനങ്ങളും ഒക്കെ നമുക്ക് രാജേണ്ട തന്നെ ഇത് വന്നു. അതുപോലെ രജീഷ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ തമാശയിലൂടെ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒത്തിരി ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. നല്ല സിനിമയാണ്.